ഹായ് മക്കളെ, കിഡ് മാത്സിലേക്ക് സ്വാഗതം. സുഖമല്ലേ നിങ്ങൾക്ക്? നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഏരിയ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പേജ് 11 പ്രോബ്ലംസ് ചെയ്യായിരുന്നു അല്ലേ? ആദ്യത്തെ 3 പ്രോബ്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി 3 പ്രോബ്ലം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കൺസെപ്റ്റായിരുന്നു ഈ പാഠത്തിൽ പഠിച്ചത്? എല്ലാ ട്രയാങ്കിളും, എന്താണ് ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത പഠിച്ചത്? ഒരേ ബേസും ഒരേ ഏരിയയുമാണെങ്കിൽ, ട്രയാങ്കിൾസിന് ഒരേ ബേസും ഒരേ ഏരിയയുമാണെങ്കിൽ ദർ തേർഡ് വെർട്ടെക്സ് വിൽ ബി ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ്. അങ്ങനെയാണെങ്കിൽ അവരുടെ മൂന്നാമത്തെ വെർട്ടെക്സ് തീർച്ചയായിട്ടും ഈ ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലായിരിക്കും. പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? തിരിച്ചും ശരിയാകും. എന്താണ് ഈ തിരിച്ചും ശരിയാകുമെന്ന് വെച്ചാൽ, ഒരേ ബേസും മൂന്നാമത്തെ വെർട്ടെക്സ് ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലുമാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ട്രയാങ്കിളിനും സെയിം ഏരിയ ആയിരിക്കും. ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ 3 പ്രോബ്ലം ചെയ്തത്. ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ഇനിയുള്ള 3 പ്രോബ്ലവും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ദേ ഞങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് 12 കിടക്കുന്ന 4th ക്വസ്റ്റ്യൻ നോക്കി. എന്താ പറയുന്നത്? ഹൗ മെനി ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ്. എന്താ ഈ ഡിഫറെൻ്റ് എന്നുള്ളതിനെ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. നോൺ കോൺഗ്രുവൻറ്റ്. How many non-congruent triangles can you draw with 2 sides 8 and 6 centimeters and area 12 square centimeter? What if the area to be 24 square centimeters? അതായത് 2 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിന്നെ അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയണത്? ഹൗ മെനി നോൺ കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ്. എന്താ ഈ നോൺ കോൺഗ്രുവൻ്റ് എന്ന് വെച്ചാൽ? കോൺഗ്രുവൻ്റ് എന്ന് വെച്ചാൽ എന്താ? അതല്ലാത്തതാണ് നോൺ കോൺഗ്രുവൻ്റ്. അപ്പോൾ കോൺഗ്രുവൻ്റ് എന്താ? കോൺഗ്രുവൻ്റ് എന്ന് വെച്ചാൽ 3 സൈഡ്സും 3 ആംഗിൾസും ഒരു ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ എന്ന് പറയും. അതായത് രണ്ടും ഒന്ന് തന്നെ. 3 സൈഡും 3 ആംഗിളും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? രണ്ടും ഒരേ സാധനം തന്നെ. അങ്ങനത്തെ പറ്റില്ല. അപ്പോൾ ഇവർക്ക് എന്താ വേണ്ടത്? ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് വേണം. എന്നിട്ട് നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്തൊക്കെയാ? 2 സൈഡിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഈ മാത്സിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ. കുറേ ക്ലൂസ് തരും. എന്നിട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞി കാര്യം കണ്ടുപിടിക്കാൻ പറയും. അത് വലിയ ഭാരമുള്ള കാര്യമാണോ? നമ്മൾക്ക് തന്നിരിക്കുന്ന ക്ലൂസൊക്കെ നമ്മൾ കൃത്യമായിട്ട് സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെ ക്ലൂസാണ് തന്നിരിക്കുന്നത്. എന്താ തന്നിരിക്കുന്നത്? 2 സൈഡ്സ് 6 and 8 സെൻറ്റിമീറ്റർ ആണ് ഏത് ട്രയാങ്കിളിൻ്റെ 2 വശത്തിൻ്റെ നീളം. ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഈ അളവുകളുള്ള എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും? നോൺ കോൺഗ്രുവൻ്റ് ആയിട്ടുള്ളത്, അതായത് ഒരേപോലത്തെ അല്ലാത്ത എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം മക്കളെ, എന്താ ഇവിടുത്തെ ചലഞ്ച്? മാത്സിൻ്റെ എല്ലാ പ്രോബ്ലത്തിലും എന്തെങ്കിലും ഒരു ചലഞ്ച് ഉണ്ടാവുമല്ലോ. എന്താ ഇവിടുത്തെ നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താ? ട്രയാങ്കിളിൻ്റെ നമുക്ക് എത്ര സൈഡിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്? 8 and 6 അല്ലേ? ട്രയാങ്കിളിൻ്റെ സൈഡ്സ്, നമുക്ക് തന്നിരിക്കുന്ന എത്രയാ? 8 and 6 സെൻറ്റിമീറ്റർ. എന്താ ഇത് വെച്ചിട്ട് ട്രയാങ്കിൾ ഉണ്ടാക്കിയാൽ പറ്റില്ലേ? പറ്റും. പ്രശ്നം എന്താ? ഈ 2 ഭാഗം മാത്രം കിട്ടിയാൽ നമുക്കൊരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. 6 സെൻറ്റിമീറ്റർ എന്ന് തന്നു. 2 വശത്തിൻ്റെ നീളം തന്നാൽ എന്താ ട്രയാങ്കിൾ വരയ്ക്കാൻ അപ്പം തടസ്സം? ചിലരിങ്ങനെ വരയ്ക്കും, 8 ഇങ്ങനെയും വരയ്ക്കും, 6 ഇങ്ങനെ ചെരിച്ചും വരയ്ക്കും. ചിലരോ 8 ഇങ്ങനെയും വരയ്ക്കും, 6 ഇങ്ങനെയും വരയ്ക്കും. കണ്ടോ? അപ്പോൾ പ്രശ്നമായില്ലേ? അപ്പോൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വെറും 2 സൈഡിൻ്റെ നീളം തന്നാൽ ഇതുപോലെ പല രീതിയിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കറിയാമല്ലോ, ഉദ്ദേശിക്കുന്ന ട്രയാങ്കിൾ ഒന്ന് മാത്രമായിരിക്കും. ആ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? 2 വശത്തിൻ്റെ നീളം തരികയാണെങ്കിൽ ഇടയിലുള്ള ആംഗിൾ തരണം. ഇവർക്ക് 2 പേർക്കും ഇടയിലുള്ള ആംഗിൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുക? ഒരു വശത്തിൻ്റെ നീളവും മറ്റ് 2 സൈഡിൽ നിന്നുള്ള ആംഗിളും തന്നു കഴിഞ്ഞാൽ ഒരു സൈഡിൻ്റെ ലെങ്ത് അറിയാം, മറ്റ് 2 ആംഗിൾസ് അറിയാമെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാം. പിന്നെയോ 3 സൈഡിൻ്റെ ലെങ്ത് അറിയാമെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാം. ഈ വശത്തിൻ്റെ നീളം അറിയാം, ഇതറിയാം. ഓക്കെ, അപ്പോഴും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം അല്ലേ? ഇങ്ങനെയൊക്കെയാണ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കുക. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? ആകെ 2 സൈഡിൻ്റെ ലെങ്ത് തന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് ഈ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാൻ ആരുടെ സഹായം വേണ്ടി വരും? ഇനി എന്തെങ്കിലും ക്ലൂ കൂടെ ഉണ്ടോ ചോദ്യത്തിലെന്ന് നോക്കിയേ. ഒരു ക്ലൂ കൂടെ ഉണ്ട്. എന്താണ്? ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ.
അപ്പോൾ ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നുള്ളത് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? ഒരു പിടിയും കിട്ടുന്നില്ല. വേണ്ട, വിഷമിക്കണ്ട. നമുക്ക് ഏരിയയുടെ ഫോർമുല എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എത്രയാണ് തന്നിരിക്കുന്നത്? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമുക്കറിയാം ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാനുള്ള ഫോർമുല എന്താണ്? ഹാഫ് ബി എച്ച് അല്ലേ? ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമ്മൾ പറയും ഹാഫ് ബി എച്ച് ഈക്വൽ ടു 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതായത് ബി എച്ച് ഈക്വൽ ടു എന്ത് വരും? ബി എച്ച് ഈക്വൽ ടു 12 ഇൻറ്റു ഈ ഹാഫ് ഇവിടുന്ന് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ മുകളിലേക്കല്ലേ വരാ? 12 ഇൻറ്റു 2 ദാറ്റ് ഈസ് 24 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ബേസ് ഇൻറ്റു ഹൈറ്റ് 24 ആണ്. അപ്പം നോക്കിയേ, നമ്മളിപ്പോൾ 2 കേസ് വരും അല്ലേ? നമുക്കിവിടെ എന്തൊക്കെ അളവുണ്ട്? 8 ഉണ്ട്, 6 ഉണ്ട്. അപ്പോൾ പ്രശ്നം എന്താ? ചിലർ ബേസ് 8 ആയിട്ട് എടുത്ത് വരച്ചെന്നിരിക്കും, ചിലർ ബേസ് 6 ആയിട്ട് എടുത്ത് വരച്ചെന്നിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ 2 ഓപ്ഷൻ ഉണ്ട്. 8 വേണേൽ ബേസ് ആക്കാം, 6 വേണേൽ ബേസ് ആക്കാം. അപ്പോൾ 8 ആണ് ബേസ് എങ്കിൽ ഹൈറ്റ് എങ്ങനെ വരും? അതേപോലെ 6 ആണ് ബേസ് എങ്കിൽ ഹൈറ്റ് എങ്ങനെ വരും? രണ്ടും നമ്മൾ ചെക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ വെൻ ബി ഈക്വൽ ടു ബേസ് 8 എന്ന് എടുത്തു എന്ന് വിചാരിക്കാം. 8 ആണ് ബേസ് എങ്കിൽ ഇതിൽ നിന്ന് നോക്കിയേ, ഹൈറ്റ് എച്ച് ഈക്വൽ ടു 24 എന്നല്ലേ വന്നേക്കണേ? 24 ബൈ ഈ ബി ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്നിങ്ങോട്ട് വരും മക്കളെ? താഴോട്ട് അല്ലേ? ഈ പ്രൊഡക്റ്റ് ആയിരുന്നത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ബൈ 8 വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ ബേസിൻ്റെ വാല്യൂ കൊടുത്തു. അപ്പോൾ എന്താ നമുക്ക് കിട്ടണേ? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ബേസ് 8 ആയിട്ട് എടുക്കുവാണെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് നമുക്ക് കിട്ടി എത്രയാണെന്ന്? 3 സെൻറ്റിമീറ്റർ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ ഇനിയിപ്പോൾ കൺസ്ട്രക്ട് ചെയ്യാമല്ലോ, തടസ്സമൊന്നും ഇല്ലല്ലോ. അതായത് നമുക്കിപ്പോൾ എന്ത് കിട്ടി? 8 സെൻറ്റിമീറ്റർ നീളമുള്ള ബേസ് ആണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് കിട്ടി? ഹൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് എവിടുന്ന് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഈ ബേസ് 8 എടുത്തതിൻ്റെ എവിടുന്ന് വേണമെങ്കിലും നിങ്ങൾ മുകളിലേക്ക് എന്ത് ചെയ്യുക? ഒരു 3 സെൻറ്റിമീറ്റർ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. 90 ഡിഗ്രി ആയിരിക്കണം ഈ ലൈനിനോട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇതിന് പാരലൽ ആയിട്ടുള്ള ഈ 8 സെൻറ്റിമീറ്ററിന് പാരലലായിട്ട് ഈ 3യിലൂടെ നമ്മൾ ഇന്നലെ ചെയ്തില്ലേ, നമ്മുടെ സെറ്റ് സ്ക്വയറും സ്കെയിലൊക്കെ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8 സെൻറ്റിമീറ്റർ ബേസും 3 സെൻറ്റിമീറ്റർ ഹൈറ്റും. അപ്പം നമുക്കിനി അടുത്ത വശത്തിൻ്റെ നീളം നമുക്കറിയാം എത്രയാണ്? 6 സെൻറ്റിമീറ്റർ അല്ലേ? ആ 6 സെൻറ്റിമീറ്റർ നമ്മൾ കോമ്പസിൽ ആർക്ക് എടുത്തിട്ട് എന്ത് ചെയ്യണം? കോമ്പസിൽ നമ്മുടെ പെൻസിലൊക്കെ സെറ്റ് ചെയ്തിട്ട് കേട്ടോ 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യണം. കോമ്പസ് ഇവിടെ കുത്തി 6 സെൻറ്റിമീറ്റർ എടുത്ത് ആർക്ക് കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ലൈനിലേക്ക് യോജിപ്പിച്ചാൽ നമ്മുടെ ആദ്യത്തെ ട്രയാങ്കിൾ കിട്ടും. എന്ത്? ബേസ് 8ഉം ഒരു വശം 6ഉം വരുന്ന ട്രയാങ്കിൾ. അപ്പം നമ്മൾ അത് ഫസ്റ്റ് കേസായിരുന്നു, വെൻ ബി ഈക്വൽ ടു 8. ഇത് മാത്രമല്ലല്ലോ, ഇനിയൊരു കേസും കൂടി ഇല്ലേ? കേസ് 1. ഇങ്ങനെയല്ല കേട്ടോ, നമ്മളിത് ശരിക്കും വരയ്ക്കുവേ. ഇപ്പം മിസ്റ്റർ റഫ് കാണിച്ചതാ. കേസ് 2 എന്താണ്? വെൻ ബേസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. ഇനി 8ന് പകരം നമ്മൾ ബേസ് 6 ആണ് എടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഫോർമുല മാറൂല്ലേ? നമ്മുടെ ഫോർമുല എന്താ? ബി എച്ച് ഈക്വൽ ടു 24. നമ്മളിപ്പോൾ ബേസ് നേരത്തെ 8 ആയിരുന്നത് ഇപ്പോൾ 6 ആക്കി. അങ്ങനെയാണെങ്കിൽ എച്ച് ഈക്വൽ ടു എന്ത് വരും? 24 ബൈ ബി വിച്ച് ഈസ് ഈക്വൽ ടു 24 ബൈ ബി. ഇവിടെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് എത്രയാ? 6. ദാറ്റ് ഈസ് 24 ബൈ 6 വിച്ച് ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. അപ്പോൾ കണ്ടോ, ബേസ് 6 ആക്കിയപ്പോൾ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് മാറി. നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ട്രയാങ്കിൾ വരച്ച് നോക്കാം. ഒന്നാമത്തെ എന്താണ്? ഫസ്റ്റ് വൺ, ബേസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ, ഹൈറ്റ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ ആൻഡ് തേർഡ് സൈഡ് അല്ലേ? പിന്നത്തെ സൈഡ് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. ഇത് വെച്ചിട്ടുള്ള ട്രയാങ്കിൾ. അപ്പോൾ ആദ്യം മക്കൾ നിങ്ങളുടെ സ്കെയിൽ എടുക്കുക, 8 സെൻറ്റിമീറ്ററുള്ള ലൈൻ വരയ്ക്കുക. ഇതേപോലെ കറക്റ്റാക്കി വെച്ചിട്ട് 8 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു. ആണെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണ്ടേ നമുക്ക്? 90 ഡിഗ്രി മാർക്ക് ചെയ്തു. ആ 90 ഡിഗ്രിയിലേക്ക് എത്ര സെൻറ്റിമീറ്റർ ലൈനേ വരയ്ക്കാവുള്ളൂ? ഹൈറ്റ് 3 ആണേ. അതുകൊണ്ട് ഓർത്തോ, ഇതിപ്പോൾ 5 വരെ മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്, പക്ഷെ 3 വരെ വരയ്ക്കാൻ പാടുള്ളൂ. 1, 2, 3. അപ്പോൾ 3 വരച്ച് നിർത്തണം, കാരണം ഹൈറ്റ് 3 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റിലൂടെ പാരലൽ ലൈൻ വരയ്ക്കണം.
അപ്പോൾ ഇത് ഇത്ര സ്കെയിലിൻ്റെ സെയിം വീതി ആയതുകൊണ്ട് നമുക്ക് പാരലൽ ലൈൻ വരയ്ക്കാൻ വേണ്ടി എന്താവശ്യം വരുന്നില്ല, സെറ്റ് സ്ക്വയറിൻ്റെ ആവശ്യം വരുന്നില്ല. അത് ഈ സ്കെയിൽ വെക്കുമ്പോൾ തന്നെ കൃത്യം പാരലൽ ലൈൻ കിട്ടണില്ലേ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പാരലൽ ലൈൻ വരച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ വശത്തുനിന്ന് ഒന്നെങ്കിൽ നമ്മളിപ്പോൾ ഇതിനെ പേര് കൊടുത്തു കേട്ടോ. ഇത് AB. ഈ ABയിൽ എയിൽ കുത്തിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം, ബിയിൽ കുത്തിയിട്ട് വേണമെങ്കിൽ 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഒരെണ്ണേ ചെയ്യാൻ പാടുള്ളൂ, രണ്ടിടത്തൊന്നും ചെയ്യരുത്. ഓക്കെ. സ്കെയിലിൽ ഇതേപോലെ കോമ്പസ് വെച്ച് 6 സെൻറ്റിമീറ്റർ മക്കളെടുക്കുക. അതിന് ശേഷം മിസ് ഇപ്പോൾ എയിൽ കുത്തിയിട്ടാണ് എടുക്കുന്നത്, നിങ്ങൾക്ക് ബിയിൽ കുത്തി മാർക്ക് ചെയ്യണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. എയിൽ നമ്മൾ പോയിൻ്റ് ചെയ്തിട്ട് എവിടെ മാർക്ക് ചെയ്യുന്നു? ഈ പാരലൽ ലൈനിൽ എവിടെയാണ് 6 വരുന്നതെന്ന് മാർക്ക് ചെയ്യുന്നു. കണ്ടോ? ഇതേപോലെ മാർക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഈ പോയിൻറ്റുമായിട്ട് യോജിപ്പിക്കും. അതേപോലെ ഈ സൈഡും ഇതുമായിട്ട് യോജിപ്പിക്കും. അപ്പോൾ കണ്ടോ മക്കളെ, 8 സെൻറ്റിമീറ്റർ. ഈ വശത്തിൻ്റെ നീളം എത്രയായിരുന്നു? 6 സെൻറ്റിമീറ്റർ. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയാ? 12. അപ്പോൾ ABC എന്ന് നമ്മളിപ്പോൾ ഇതിനെ മാർക്ക് ചെയ്തു. ഫോർ ട്രയാങ്കിൾ ABC ഹാസ് ഏരിയ എത്രയാണ്? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതുപോലെ ഇതിപ്പോൾ ഒന്നാമത്തെ ട്രയാങ്കിൾ. ഇനി ഒരു ട്രയാങ്കിളൂടെ വരയ്ക്കാനില്ലേ? ബേസ് 6 ആയിട്ട് എടുക്കുമ്പോൾ. അപ്പോൾ സെക്കൻഡ് ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. B = 6 സെൻറ്റിമീറ്റർ. ബേസ് 6 ആകുമ്പോൾ ഹൈറ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കണേ? തിരിച്ചു നോക്കിയേ. ബേസ് 6 ആകുമ്പോൾ ഹൈറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 4 സെൻറ്റിമീറ്റർ. അപ്പം നമ്മൾ H എന്തെടുക്കും? ഹൈറ്റ് = 4 സെൻറ്റിമീറ്റർ. പിന്നെ ഒരു സൈഡിൻ്റെ ലെങ്ത്തും കൂടെ അറിഞ്ഞൂടെ? അതെത്രയാണ്? 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ട്രയാങ്കിൾ വരയ്ക്കാം. അപ്പോൾ ബേസ് 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. ബേസ് 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇതിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഈ ലൈനിൻ്റെ അവിടേക്ക് എത്ര സെൻറ്റിമീറ്റർ ലൈനാണ് വരയ്ക്കേണ്ടത്? ഇവിടെ നമ്മൾ 3 സെൻറ്റിമീറ്റർ ലൈനായിരുന്നു അല്ലേ വരച്ചത്. ഈ കേസിൽ നമ്മൾ 3 സെൻറ്റിമീറ്റർ ആയിരുന്നു വരച്ചത്. ഇവിടെയോ? ഇവിടെ നമുക്ക് ആവശ്യം 4 സെൻറ്റിമീറ്റർ. ഇത്തിരി നീട്ടി വെച്ചോ കുഴപ്പമില്ല, പക്ഷേ 4 സെൻറ്റിമീറ്റർ വരെ വരയ്ക്കാൻ പാടുള്ളൂ. 1 2 3 4 സെൻറ്റിമീറ്റർ ലൈൻ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ലൈനിന് പാരലായിട്ട്, ഈ 6 സെൻറ്റിമീറ്റർ ലൈനിന് പാരലായിട്ട് ഈ 4 സെൻറ്റിമീറ്റർ ലൈൻ തീരുന്ന ഈ പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. തെറ്റുമെന്ന് പേടിയുള്ളവർ 90 ഡിഗ്രി സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കാം. സ്ക്വയർ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വയ്ക്കുക. നമ്മുടെ സ്കെയില് ഇതിവിടെ അറ്റത്ത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് നമുക്ക് ഈ പോയിന്റിൽ നിന്നല്ലേ വരയ്ക്കേണ്ട പാരലൽ ലൈൻ. ആ പോയിന്റിലെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ പാരലൽ ലൈൻ കൺസ്ട്രക്ട് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആവശ്യം പോലെ നമുക്ക് പിന്നീട് നീട്ടി വരയ്ക്കാം. കണ്ടോ? ഇപ്പം നമ്മുടെ 6 സെൻറ്റിമീറ്റർ ബേസും 4 സെൻറ്റിമീറ്റർ ഹൈറ്റും കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? 8 സെൻറ്റിമീറ്റർ എവിടെ വരും? 8 സെൻറ്റിമീറ്റർ കോമ്പസിലും എടുക്കുന്നു. 8 സെൻറ്റിമീറ്റർ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. അത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പോയിന്റിൽ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അങ്ങോട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷം ഈ പോയിന്റും ഇതും തമ്മിൽ യോജിപ്പിക്കുക. കണ്ടോ? ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ. ഹൈറ്റ് എത്രയായിരുന്നു ഈ ട്രയാങ്കിളിൻ്റെ? 4. നോൺ കോൺഗ്രുവൻ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അപ്പോൾ നിങ്ങൾ ചോദിക്കും, മിസ്സേ ഇതേപോലെ ഇവിടെ കുത്തിയിട്ട് നമുക്ക് ഇങ്ങോട്ട് മാർക്ക് ചെയ്തൂടെ? മാർക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അതേ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ട് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8 എന്ന് കിട്ടി കേട്ടോ. ചില കുട്ടികൾക്ക് സംശയം വരും, സ്വാഭാവികമായിട്ട് നല്ല സംശയമാണത്. ഇങ്ങനെ മാർക്ക് ചെയ്തൂടെ? അപ്പോഴും കിട്ടൂല നമുക്കൊരു ട്രയാങ്കിൾ. ഇപ്പോൾ നമ്മൾ ഇതിനെ PQR എന്ന് പേര് കൊടുത്തു എന്ന് വിചാരിക്കാം.
PQR എന്ന് പേര് കൊടുത്തു. അപ്പോൾ ഇതിന് നമ്മൾ സം O എന്ന് കൊടുത്തു. അപ്പോൾ OPR ഇതും ഒരു ട്രയാങ്കിൾ അല്ലേ എന്ന് ചോദ്യം വരാം. ട്രയാങ്കിളാണ്, എന്താ പ്രശ്നം? ഈ ട്രയാങ്കിളിനും ഈ ട്രയാങ്കിളിനും, അതായത് OPRനും PQRനും ഒരേ മെഷർമെൻറ്റാണ്. ഇതും 6, ഇതും 6. ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് അറിയണമെങ്കിൽ ഇപ്പം നമ്മൾ എന്തായാലും വരച്ച സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇതിങ്ങനെ മെഷർ ചെയ്ത് നോക്കാം. എന്ത് കിട്ടുന്നുണ്ട്? 4.12 അങ്ങനെ വരുന്നുണ്ട്. 4.12. അപ്പോൾ നമ്മൾ 4.2 എന്ന് എടുത്തു എന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾ നോക്കി നോക്കിയേ, ഇതും 4.2 ആണ്. കണ്ടോ? അപ്പം എന്താ പ്രത്യേകത? ഇതിൻ്റെ 3 സൈഡും ഈക്വൽ, ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡും ഈക്വൽ. അപ്പം അത് കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ ആയി പോയില്ലേ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ത്? നോൺ കോൺഗ്രുവൻറ്റ് വേണമെന്ന്. അതുകൊണ്ട് നമുക്ക് ഈ 2 ഓപ്ഷൻ ഉണ്ടെങ്കിലും അതിൽ ഒരെണ്ണമാണ് എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ മക്കൾക്ക്? അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ പലരും, അതായത് ചിന്തിക്കുന്ന കുട്ടികൾ ചിന്തിക്കും, മിസ്സേ അപ്പം ഇങ്ങനെ വരച്ചാൽ വീണ്ടും കിട്ടുമല്ലോ. വീണ്ടും കിട്ടും, പക്ഷെ എന്താ, അങ്ങനെ കിട്ടുന്ന 2 ട്രയാങ്കിൾസും കോൺഗ്രുവൻ്റ് ആയിരിക്കും. അപ്പം അതിനെ നമ്മൾ എടുക്കില്ല. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ട്രയാങ്കിൾ ABCയും കിട്ടി. ഇവിടുന്ന് നമുക്ക് ഒന്നെങ്കിൽ PQR എടുക്കാം, അല്ലെങ്കിൽ POR എടുക്കാം. ആരെങ്കിലും ഒരാളെ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദെയർഫോർ ട്രയാങ്കിൾ PQR ഹാസ് ഏരിയ എത്രയാണ്? 12 cm². അപ്പോൾ എത്ര ട്രയാങ്കിൾസ് നമുക്ക് വരയ്ക്കാൻ സാധിച്ചു? 12 cm² ഏരിയ വെച്ചിട്ട് 2 നോൺ കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ്. അപ്പോൾ കൺക്ലൂഷൻ എഴുതാം. ദെയർഫോർ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR are 2 non-congruent triangles with sides 8 cm, 6 cm and area 12 cm². അതുപോലെ പിക്ചറൊക്കെ നോട്ടിൽ വരയ്ക്കുമ്പോഴും ഇതുപോലെ ഭംഗിയായിട്ടൊക്കെ വരയ്ക്കാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് പല കളറ് പെൻസിലും അതുപോലെ സ്കെച്ചൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ ഭംഗിയാക്കി വരയ്ക്കാം. അപ്പോൾ എത്ര ട്രയാങ്കിൾസ് വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്? ഈ പറഞ്ഞ മെഷേഴ്സ് വെച്ചിട്ട് 8ഉം 6ഉം 12 cm² വെച്ച് 2. ഇനി അതിൻ്റെ തന്നെ സബ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഏരിയ ഈസ് ടു ബി 24 സ്ക്വയർ സെൻറ്റിമീറ്റർ. അതായത് 8ഉം 6ഉം തന്നെ സൈഡ്സ്, പക്ഷേ ഏരിയ അവർ മാറ്റി പിടിച്ചു. 12 cm² എന്നുള്ളിടത്ത് ഇപ്പം എന്താക്കി? 24 cm². അത് വെച്ചിട്ട് നമുക്ക് എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമെന്ന്. അപ്പം നമുക്ക് എന്തൊക്കെ തന്നേക്കണേ? മെഷേഴ്സ് ഗിവൺ എന്തൊക്കെയാണ്? അപ്പം ഇവിടെ നമുക്ക് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം മക്കളെ? ഹൈറ്റ് അറിയണം അല്ലേ? അപ്പം നമുക്ക് ഹൈറ്റ് ആദ്യം കണ്ടുപിടിക്കാം. H = അപ്പം നമുക്ക് ഏരിയയുടെ ഫോർമുല എഴുതാം. ഏരിയ = 24. അതായത് ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? ഹാഫ് BH. ഹാഫ് BH = 24. അതിൽ നിന്ന് നമുക്ക് BH = എന്ത് വരും? 48 എന്ന് വരും. ദെയർഫോർ ഹൈറ്റ് H = എന്ത് വരും? 48/B. ഇനി ഓരോ കേസ് നോക്കാം. വെൻ ബേസ് = 6 cm. ബേസ് 6 ആകുമ്പോൾ ഹൈറ്റ് H = എന്ത് വരും? 48/6, that is 8 cm. ഇനി വെൻ ബേസ് = 8 cm, ഹൈറ്റ് = 48/8, that is 6 cm. ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ടാ നിങ്ങൾ? ബേസ് 6 ആകുമ്പോൾ ഹൈറ്റ് 8, ബേസ് 8 ആകുമ്പോൾ ഹൈറ്റ് 6. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ഒരേ ഒരു ട്രയാങ്കിൾ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ? ഒരേ അളവുകൾ തന്നെയാണ്. എനിവേ നമുക്ക് വരച്ച് നോക്കാം. നിങ്ങൾക്ക് വിശ്വാസം പോരെങ്കിൽ നമുക്കൊന്ന് വരച്ച് നോക്കാം. നിങ്ങളവിടെ ഇരുന്ന് പറയണ്ടാവും, മിസ് ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണെന്ന്. അപ്പോൾ ബേസ് 6 cm എടുത്ത് വരച്ചു. മുമ്പലത്തെ പോലെ തന്നെ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഹൈറ്റ് എത്രയാണ് മാർക്ക് ചെയ്യാൻ പോണേ? 8 cm. 90 ഡിഗ്രി മാർക്ക് ചെയ്തു. ഈ അറ്റത്തു നിന്നാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ ഹൈറ്റ് എന്താണ്? 8. അപ്പോൾ ഇത് 6 cm, ഇത് 8 cm. അപ്പം നോക്കിയേ, 6ഉം 8ഉം വന്നെങ്കിൽ ഇനി എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ 2 വശത്തിൻ്റെ നീളമല്ലേ കിട്ടിയേക്കണേ.
അപ്പം ഇതിങ്ങനെ യോജിപ്പിച്ചാൽ പോരെ? കണ്ട? അപ്പോൾ 6ഉം 8ഉം വന്നു. ഈ വശത്തിൻ്റെ ലെങ്ത് അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 10. ഇനി മക്കൾ ഇത് തന്നെ ഒന്ന് മാറ്റി വരച്ച് നോക്കിയേ. 8 സെൻറ്റിമീറ്റർ ബേസും 6 സെൻറ്റിമീറ്റർ ഹൈറ്റും ആയിട്ട് എടുത്ത് വരച്ച് നോക്കിയേ. അപ്പോഴും നമുക്ക് സെയിം ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ കിട്ടിയത്. അപ്പോഴും നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ വിത്ത് ഹൈപ്പോട്ടന്യൂസ് 10 സെൻറ്റിമീറ്റർ എന്ന് തന്നെ വരും. അതായത് ഈ പറഞ്ഞ മെഷർമെൻറ്റ്സ് 8 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 24 സെൻറ്റിമീറ്റർ സ്ക്വയർ, ഈ 3 അളവുകൾ വെച്ചിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന നോൺ കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾസ് എത്ര എണ്ണമാണ്? ഒരെണ്ണം. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് കൺക്ലൂഷൻ? ഓൺലി വൺ ട്രയാങ്കിൾ ക്യാൻ ബി ഡ്രോൺ വിത്ത് വൺ നോൺ കോൺഗ്രുവൻ്റ് എന്ന് എഴുതണം കേട്ടോ. വൺ നോൺ കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ ക്യാൻ ബി ഡ്രോൺ വിത്ത് സൈഡ്സ് 6 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ ആൻഡ് ഏരിയ 24 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം നമ്മുടെ 4th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമ്മുടെ 5th ക്വസ്റ്റ്യൻ. നല്ല ഭംഗിയുള്ളൊരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ? ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദ പിക്ചർ ബിലോ. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ആ ബ്ലൂ ട്രയാങ്കിളിൻ്റെ ദ ലൈൻസ് പാരലൽ ടു ഈച്ച് സൈഡ് ഓഫ് ദ ബ്ലൂ ട്രയാങ്കിൾ. ഈ ബ്ലൂ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡിനും പാരലലായിട്ട് ഓപ്പോസിറ്റ് വെർട്ടെക്സിലൂടെ ലൈൻ വരച്ചേക്കാം. അങ്ങനെ വരച്ചിരിക്കുന്ന ലൈൻസിനെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഈ വലിയ ട്രയാങ്കിൾ ഉണ്ടാക്കിയേക്കുന്നത്. എന്നിട്ട് നമ്മളോട് എന്താ ചോദിച്ചേക്കണേ? ഹൗ മെനി ട്രയാങ്കിൾസ് ഇൻ ദ പിക്ചർ ഹാവ് സെയിം ഏരിയ ആസ് ദാറ്റ് ഓഫ് ദ ബ്ലൂ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾസിൽ എത്ര എണ്ണത്തിനാണ് ബ്ലൂ ട്രയാങ്കിളിൻ്റെ സെയിം ഏരിയ ഉള്ളത്? ഇനി ഹൗ മെനി ഓഫ് ദം ഹാവ് സെയിം മെഷേഴ്സ് ആസ് ദ ബ്ലൂ ട്രയാങ്കിൾ. എത്ര പേർക്ക് സെയിം മെഷറുണ്ട്? ഇതാണ് 2 കാര്യങ്ങൾ ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. എത്ര പേർക്ക് സെയിം ഏരിയ ഉണ്ടെന്നറിയണം, എത്ര പേർക്ക് സെയിം മെഷർ ഉണ്ടെന്നറിയണം. അപ്പോൾ ആദ്യം ഈ പിക്ചർ വരയ്ക്കണ്ടേ? അപ്പോൾ കുറേ കുട്ടികൾക്ക് ഈ പിക്ചർ നിങ്ങൾ നോട്ടിലേക്ക് വരയ്ക്കേണ്ടതാണ്. കുറേ കുട്ടികൾക്ക് ഈ പിക്ചർ ഇങ്ങനെ വരയ്ക്കേണ്ടതെന്ന് അറിയണ്ടാവില്ല. അപ്പം മിസ് ഒരെണ്ണം കാണിച്ചു തരാം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് കേട്ടോ. ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സാധാ ട്രയാങ്കിൾ ചുമ്മാ മെഷർ എടുത്തിട്ട്, ചുമ്മാ ഒരളവൊന്നും എടുത്തിട്ട് വേണമെന്നില്ല, ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ടേക്കണം. കാരണം നമുക്ക് പുറത്ത് വേറെ വലിയ ട്രയാങ്കിൾ വരയ്ക്കാനുള്ളത്. അതുകൊണ്ട് പേജ് ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ട്രയാങ്കിൾ നിങ്ങൾ വരയ്ക്കാം. ദേ ഒരു മെഷർമെൻ്റ് ഒന്നും എടുത്തിട്ടല്ല കേട്ടോ വരയ്ക്കണം. വെറുതെ ഇങ്ങനെ എണ്ണം വരച്ചു, ഇതിങ്ങനെ എണ്ണം വരച്ചു, ഇങ്ങനെ എണ്ണം വരച്ചു. ഓക്കെ, ചുമ്മാ ഒരു ട്രയാങ്കിൾ വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ ഓരോ സൈഡ്, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ട്രയാങ്കിളിന് ABC എന്ന് പേര് കൊടുത്തു എന്ന് വിചാരിക്കാം. ABC. ഇനി നമ്മൾ ഈ AB എന്ന് പറയുന്ന സൈഡിന് പാരലലായിട്ട് സിയിലൂടെ ഒരു ലൈൻ വരയ്ക്കും. AB എന്ന് പറയുന്ന സൈഡിന് പാരലലായിട്ട്. അപ്പോൾ ദേ ABയിൽ നമ്മൾ സെറ്റ് സ്ക്വയർ വെച്ചു. എന്നിട്ട് നമ്മൾ നമ്മുടെ ഇതിവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തു. കറക്റ്റ് ആയിരിക്കണം കേട്ടോ പാരലൽ ലൈൻ. അതിന് ശേഷം അതിങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ എത്തിച്ചു അല്ലേ? എന്നിട്ട് നമ്മളിപ്പോൾ ഇതിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ABക്ക് പാരലലായിട്ട് വരച്ചു. ഇനി നമുക്ക് ACക്ക് പാരലലായിട്ട് വരയ്ക്കണം. അപ്പോൾ ACക്ക് പാരലലായിട്ട് വരയ്ക്കണമെങ്കിൽ നമ്മൾ ACയിൽ നമ്മുടെ സെറ്റ് സ്ക്വയർ വെച്ചു. അതിനുശേഷം ഇവിടെ നമ്മുടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചു സ്കെയില്. ഇതിനെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. ഇനി നമുക്ക് BCക്ക് അല്ലേ പാരലൽ ലൈൻ വരയ്ക്കണ്ടേ? അപ്പോൾ നമ്മുടെ BCയിൽ നമ്മുടെ സെറ്റ് സ്ക്വയർ വെച്ചു, ഇങ്ങനെ വെച്ചു. ഇതിനെ നമ്മൾ സ്ലൈഡ് ചെയ്യാണ്. കണ്ടോ? അപ്പോൾ 3 സൈഡിനും പാരലലായിട്ടുള്ള ലൈൻസ് ഇപ്പം നമ്മൾ വരച്ചു. ഇനി നമ്മൾ ഇവരെ നീട്ടി വരയ്ക്കാൻ പോവാം കേട്ടോ. നീട്ടി വരച്ചിട്ട് ഇവരെ തമ്മിൽ ജോയിൻ ചെയ്യണം. ഏത് നമ്മുടെ പാരലൽ ലൈൻസ് നമ്മൾ വരച്ചവരെല്ലാം നീട്ടി വരയ്ക്കാൻ പോവാം. നമ്മൾ ആദ്യം ഒരു തുടക്കം ഇട്ട് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഓരോരുത്തരും ഉള്ളിൽ വരച്ച ട്രയാങ്കിളിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഇതിന് ചെറിയ വ്യത്യാസങ്ങൾ, അതായത് കാഴ്ചയിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കിട്ടിയല്ലോ. ഇതിൻ്റെ ഓരോരുത്തരും ഇങ്ങനെ നമ്മൾ നീട്ടി വരച്ചതിന് ഇപ്പോൾ നമ്മൾ വേണേൽ പെന്നോ സ്കെച്ചോ കൊണ്ട് ഇനി നമുക്ക് ഫെയർ ആയിട്ട് വരയ്ക്കാം കേട്ടോ. ഇങ്ങനെ വരച്ചു. ഓക്കെ,
അപ്പം നമുക്കിതേ ഇങ്ങനെ ഒരു ഫിഗറാല്ലേ തന്നേക്കുന്നേ. എന്നിട്ട് നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ, ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്ന ഈ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡിനും പാരലലായിട്ടാണ് മറ്റു വശങ്ങൾ വരച്ചിരിക്കുന്നത്. ABക്ക് പാരലലായിട്ട് ഈ വശം നമുക്ക് അതിന് പേര് കൊടുക്കാം. സം DEF എന്ന് നമ്മൾ പേര് കൊടുത്തു. അപ്പോൾ ABക്ക് പാരലലായിട്ട് DE, BCക്ക് പാരലലായിട്ട് DF, അതേപോലെ ACക്ക് പാരലലായിട്ട് FE. എന്നിട്ട് നമ്മളോട് രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്, ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സെയിം ഏരിയയുള്ള എത്ര ട്രയാങ്കിൾ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, സെയിം മെഷറുള്ള എത്ര ട്രയാങ്കിൾ ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് അധികം ഉണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതുപോലെ രണ്ട് ബോക്സൊക്കെ വരച്ചു വെച്ചു എഴുതാൻ വേണ്ടിയിട്ട്. ഒന്ന് സെയിം ഏരിയ ആസ് ട്രയാങ്കിൾ ABC, മറ്റേതിന് സെയിം മെഷർ ആസ് ട്രയാങ്കിൾ ABC. അപ്പം നമ്മൾ ഓരോരുത്തരായിട്ട് നോക്കാൻ പോവാം. സെയിം ഏരിയ ആദ്യം നമുക്ക് നോക്കാം. അപ്പം നമ്മളിതേ ഇപ്പോൾ AB എന്ന് പറയുന്ന സൈഡ് ഫിക്സ് ചെയ്യാണ് കേട്ടോ. നമുക്കറിയാലോ, ഒരു സൈഡിന് പാരലലായിട്ടൊരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനിൽ, ആ പാരലൽ ലൈനിൽ വെർട്ടെക്സ് വരുന്ന, തേർഡ് വെർട്ടെക്സ് വരുന്ന എല്ലാ ട്രയാങ്കിളിനും സെയിം ഏരിയ ആയിരിക്കും. അപ്പോൾ നമ്മൾ AB എന്ന് പറയുന്ന സൈഡ് ഫിക്സ് ചെയ്തു. നമുക്ക് ABനെ പറ്റി മാത്രം അറിഞ്ഞാൽ മതി. നമ്മളിപ്പോൾ മറച്ചു വെച്ചൊന്ന് വിചാരിക്കും. ABക്ക് പാരലലായിട്ടുള്ള ലൈനാണ് ആര്, DE. അപ്പോൾ ഈ C എന്ന് പറയുന്ന വെർട്ടെക്സ് എവിടെയാണ് നിൽക്കണേ, ABക്ക് പാരലലായിട്ടുള്ള D എന്ന് പറയുന്ന ലൈനിലല്ലേ. അപ്പം നമ്മൾക്ക് നോക്കാം, ഈ C നിൽക്കുന്ന പാരലൽ ലൈനിൽ തന്നെ ഇനി മറ്റേതൊക്കെ ട്രയാങ്കിൾസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ABക്ക് പാരലലായിട്ടുള്ള ലൈനാണ് DE. ആ പാരലൽ ലൈനിലാണ് ആര് നിൽക്കുന്നത്, തേർഡ് വെർട്ടെക്സ് ആയിട്ടുള്ള C. അപ്പോൾ ഇതിൽ തന്നെ മറ്റ് ഏതെങ്കിലും ട്രയാങ്കിൾസ് ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് നോക്കാം. AB ബേസ് ആയിരിക്കണം. അപ്പോൾ AB ഫിക്സ് ചെയ്തു. AB ബേസ് ആയിട്ട് ഇനി വേറെ ഏത് ട്രയാങ്കിൾ ഉണ്ട് നോക്കിയപ്പോൾ, AB ബേസ് ആയിട്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പോണില്ലേ, ഒരാൾ ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തണില്ലേ, അതിൻ്റെ പേരെന്താ, ABD. അതേപോലെ AB ഫിക്സ് ചെയ്ത് നിർത്തി. ഇനി ഇവിടുന്ന് വേറെ ആരെങ്കിലും പോകുന്നുണ്ടോ, ദാ ABE. കിട്ടിയോ മക്കൾക്ക്. അപ്പോൾ ABDക്കും ABEക്കും ABCയുടെ സെയിം ഏരിയ. അപ്പം നമ്മൾ രണ്ടുപേരെ കണ്ടുപിടിച്ചില്ലേ, അവരെ നമുക്കിവിടെ എഴുതാം. ആരൊക്കെയാണ്, ABD, പിന്നെ ട്രയാങ്കിൾ ABE. ഓക്കെ, ഇനി നോക്കാം. ഇപ്പം നമ്മൾ AB ബേസ് ആയിട്ട് എടുത്തതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് സൈഡൊന്ന് മാറ്റി പിടിക്കാം. ഏതാണ്, നമ്മൾ BC ബേസ് ആയിട്ട് എടുത്തു. BC ബേസ് ആയിട്ട് എടുക്കുമ്പോൾ BCക്ക് പാരലലായിട്ടുള്ള ലൈൻ ആരാണ്, DF. അതിൽ കിടക്കുന്ന തേർഡ് വെർട്ടെക്സ്, BC അല്ലാത്ത തേർഡ് വെർട്ടെക്സ് ഓഫ് ദിസ് ട്രയാങ്കിൾ ഈസ് A. അപ്പോൾ ഈ A കിടക്കുന്ന അതേ ഇതിൽ തന്നെ പാരലൽ ലൈനിൽ തന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ. അപ്പോൾ BC ബേസ് ആയിട്ട് ഫിക്സ് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആരുണ്ട്, BCF ഉണ്ട്. ഇനി ഇവിടെ നിന്ന് നോക്കുമ്പോഴോ BCD ഉണ്ട്. അപ്പോൾ അടുത്ത രണ്ട് ട്രയാങ്കിൾ കിട്ടിയില്ലേ. അപ്പോൾ BCF, ട്രയാങ്കിൾ BCF ആൻഡ് ട്രയാങ്കിൾ BCD. അപ്പോൾ നമ്മളിപ്പോൾ AB വെച്ചിട്ട് കണ്ടു, BC വെച്ചിട്ട് കണ്ടു. ഇനി അടുത്തത് ഏതാണ് ബേസ് എടുക്കേണ്ടത്, നമുക്ക് AC ബേസ് ആയിട്ട് എടുക്കാം. AC ബേസ് ആയിട്ട് എടുക്കുമ്പോൾ മൂന്നാമത്തെ വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ആരാ, B. അപ്പോൾ B കിടക്കണ പാരലൽ ലൈനിൽ തന്നെ ഇനി ആരൊക്കെ കിടക്കുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ AC ബേസ് ആണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ E ഉള്ളതുണ്ട്. അപ്പോൾ AEC അല്ലെങ്കിൽ ACE എന്തെഴുതിയാലും അത് പ്രശ്നമല്ല കേട്ടോ. ട്രയാങ്കിൾ ACE. പിന്നെ ഇനി ആരാണ് ഇത് ബേസ് ആയിട്ട് വരുന്നത്, ACF. അപ്പോൾ ട്രയാങ്കിൾ ACF. അപ്പോൾ 6 പേരായി അല്ലേ. ഈ 6 പേരോടുകൂടി കഴിഞ്ഞോ, കഴിഞ്ഞു എന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്, പക്ഷെ കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾക്ക് വരുന്നത് കുറച്ച് പാരലോഗ്രാംസാണ്. അവരെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമ്മൾക്ക് ഇങ്ങനെ ABCD, ഇത് നിങ്ങളൊന്ന് എടുത്ത് നോക്കിയേ. ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നില്ലെങ്കിൽ ഇതിങ്ങനെ മിസ്സ് മറച്ചു പിടിക്കാം. ABCD ഇതൊരു പാരലോഗ്രാം അല്ലേ. കാരണം എന്താ, AB ഈസ് പാരലൽ ടു DC. ഇവർ രണ്ടുപേരും പാരലൽ ലൈൻസാണ്. അതുപോലെ BCക്ക് പാരലൽ ആയിട്ടുള്ള ലൈനാണ് AD. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലോഗ്രാമായി. അങ്ങനെ പാരലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ,
ഈ ഡി ബി എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണലാണ്. അതുപോലെ എ സി എന്ന് പറയുന്നതും അതിൻ്റെ ഡയഗണലാണ്. ഈ പാരലോഗ്രാമിൻ്റെ ഡയഗണൽസിൻ്റെ പ്രത്യേകത എന്താ? ആ ഡയഗണൽസ് ആ ഫിഗറിനെ കൃത്യം രണ്ടായിട്ട് കട്ട് ചെയ്യും. അതായത് മിറർ ഇമേജ് ആയിട്ട് വേണേൽ കട്ട് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ ദേ ഈ എ സി എന്ന് പറയുന്ന ഡയഗണൽ ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എ ബി സിയുടെ ഏരിയ എത്രയാണോ അത്രയും തന്നെയായിരിക്കും എന്ത് എ സി ഡിയുടെയും ഏരിയ. എ ബി സിയുടെ അതേ ഏരിയ തന്നെയായിരിക്കും എ സി ഡിക്കും. മാത്രമല്ല ഇത് രണ്ടുപേരും മിറർ ഇമേജ് ആയിട്ട് വരുന്നത് കൊണ്ട് ഇവർക്ക് രണ്ടുപേരും എന്ത് ട്രയാങ്കിൾസ് ആണെന്ന് പറയാം? എ ബി സി ആൻഡ് എ സി ഡി ആർ കോൺഗ്രുവൻ ട്രയാങ്കിൾസ്. കോൺഗ്രുവൻ ട്രയാങ്കിൾസ് ആണെങ്കിൽ എന്താ? നമ്മുടെ ഇവിടുത്തെ രണ്ടാമത്തെ കണ്ടീഷൻ അല്ലേ, സെയിം മെഷർ, അതും പാലിച്ചു. അപ്പോൾ സെയിം മെഷറായിട്ട് വരുന്നത് ആരൊക്കെയാണ്? എ സി ഡി ആൻഡ് എ ബി സി. അതിൽ എ ബി സിയുടെ സെയിം മെഷർ എന്നല്ലേ ചോദിച്ചേക്കണം. അപ്പോൾ നമ്മൾ എന്ത് എഴുതിയാൽ മതി? എ സി ഡി. മാത്രമല്ല എന്താണ്? സെയിം ഏരിയയുമാണ് സെയിം മെഷറുമാണ്. ആർക്ക്? എ സി ഡിക്ക്. അപ്പോൾ നമുക്ക് സെയിം മെഷർ എന്നുള്ളിടത്ത് ട്രയാങ്കിൾ എ സി ഡി എന്ന് എഴുതാം. അതേപോലെ ഇവിടെ എന്ത് എഴുതാം? ട്രയാങ്കിൾ എ സി ഡി ഹാസ് സെയിം ഏരിയ ഓൾസോ. അപ്പോൾ ഈ പാരലോഗ്രാം കഴിഞ്ഞു കേട്ടോ. എ ബി സി ഡി എന്നുള്ളത് കഴിഞ്ഞു. ഇനി നമ്മളിത് എങ്ങനെ ഒന്ന് മറച്ചു പിടിച്ച് നോക്കിയേ. അപ്പോൾ അടുത്ത പാരലോഗ്രാം കിട്ടും. എ ബി സി ഇ. എ ബി സി ഇയിൽ സി ബി ആണ് അതിൻ്റെ ഡയഗണൽ എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഈ ഡയഗണൽ എന്ത് ചെയ്യും? ഇതിനെ രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യും അല്ലേ. അപ്പോൾ എ സി ബിക്കും സി ബി ഇക്കും എ സി ബി ആൻഡ് സി ബി ഇ ഹാസ് സെയിം ഏരിയ ആൻഡ് സെയിം മെഷർമെൻറ്റ്. അപ്പോൾ രണ്ട് പേർക്ക് ഇപ്പോൾ നമ്മൾ സെയിം മെഷർമെൻറ്റ് കിട്ടി. ആരാണ്? സി ബി ഇ. ട്രയാങ്കിൾ സി ബി ഇ. ഇവിടെ അതേപോലെ ട്രയാങ്കിൾ സി ബി ഇ ഹാസ് സെയിം ഏരിയ ഓൾസോ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കി, പിന്നെ ഇത് നോക്കി. ഇനി നമ്മൾക്ക് ഇവർ രണ്ടുപേരെയും മറച്ചു പിടിച്ച് നോക്കാം. നമുക്ക് അടുത്ത പാരലോഗ്രാം കിട്ടും. എന്താണ് അതിൻ്റെ പേര്? എ സി ബി എഫ്. എ സി ബി എഫ് ഈസ് ഓൾസോ എ പാരലോഗ്രാം ആൻഡ് ദ ഡയഗണൽ എ ബി കട്ട്സ് ഇറ്റ് ഇൻറ്റു ടു കോൺഗ്രുവൻ പാർട്സ്. ഏതൊക്കെയാണ്? എ സി ബി ആൻഡ് എ ബി എഫ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടി? ഈക്വൽ ഏരിയ ഉള്ളതും ഈക്വൽ മെഷർമെൻ്റ് ഉള്ളതുമായിട്ടുള്ള ഒരു ട്രയാങ്കിൾ കിട്ടി. ഏതാണത്? എ ബി എഫ്. ട്രയാങ്കിൾ എ ബി എഫ്. അതേപോലെ ഈക്വൽ ഏരിയ ആണ് എ ബി എഫ്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 1 2 3 4 5 6 7 8 9. 9 triangles has equal area as triangle ABC and 3 of them has equal measure as triangle ABC. 9 പേർക്ക് ഒരേ ഏരിയ ഉള്ളത് ട്രയാങ്കിൾ എ ബി സിയുടെ അതേ ഏരിയ ഉള്ള 9 ട്രയാങ്കിൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി. കാണുമ്പോൾ അത്ര മീച്ചം തോന്നിയില്ല അല്ലേ? ഇത്ര വലിയ സംഭവം അറിഞ്ഞില്ല അല്ലേ? അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയുടെ സെയിം ഏരിയ ഉള്ള 9 പേരെ കിട്ടി. സെയിം മെഷറുള്ള 3 ട്രയാങ്കിൾസും കിട്ടി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം കേട്ടോ. അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രൂവ് ദാറ്റ് ദ 2 triangles shown below have same area. എന്നിട്ട് അവരെന്താ തന്നിരിക്കുന്നത്? 2 ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ 2 ട്രയാങ്കിളിൻ്റെയും പ്രത്യേകത നോക്കിയേ മക്കൾ. 2 പേരുടെയും ബേസ് 4 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ 2 ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ? എന്നിട്ട് എന്താ നമ്മളോട് പറഞ്ഞേക്കുന്നത്? പ്രൂവ് ദാറ്റ് 2 triangles given below has same area. ഈ തന്നിരിക്കുന്ന 2 ട്രയാങ്കിൾസിനും ഒരേ ഏരിയ ആണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നോക്കാം. ഇവിടെയും ഇവിടെയും നമുക്ക് തന്നിരിക്കുന്ന സൈഡിൻ്റെ ബേസ് എത്രയാ? ഇവിടെയും 4 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെയും ബേസ് എത്രയാ? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ രണ്ടെണ്ണത്തിനും ബേസ് ഒരേ മെഷർമെൻ്റ് ആണ് തന്നിരിക്കുന്നത്. വ്യത്യാസം വന്നേക്കുന്നത് ആംഗിൾസ് ഇവിടെ 130, ഇവിടെ 50. ഇനി നോക്കുമ്പോഴോ ഈ സൈഡും 2 പേരുടെയും സെയിമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ഇവർ 2 പേരെയും കൂടെ നമുക്ക് ഒന്നാക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ട്രയാങ്കിൾ നമ്മൾ ഇവിടെ നിന്ന് എടുത്തു എന്ന് വിചാരിക്കും. ഈ ട്രയാങ്കിളിനെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനെ ഇവിടെ നിന്ന് നേരെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചാൽ നമുക്ക് ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു ചെറിയ മാറ്റം. നമ്മൾക്ക് ഇവിടെ നിന്ന് എടുത്തതിനെ ഒന്ന് റിവേഴ്സ് ചെയ്തിട്ട് കണ്ട ഇതുപോലെ ഒന്ന് മറിച്ചു.
എന്നിട്ട് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തു. ഇതിനെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് ഇവിടെ പേസ്റ്റ്. അപ്പം മാറ്റമൊന്നും വരുന്നില്ലല്ലോ. താഴ്ഭാഗം 4 സെൻറ്റിമീറ്റർ തന്നെ, ഈ ആംഗിൾ 50, ഈ സൈഡ് 3 സെൻറ്റിമീറ്റർ. ഈ രീതിയിലാക്കിയിട്ട് നമ്മളിതിനെ പേസ്റ്റ് ചെയ്യാം. അങ്ങനെ പേസ്റ്റ് ചെയ്യുമ്പോഴേ ഇതുപോലെ ഇരിക്കും. ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ, ഇവിടുത്തെ 50 ഡിഗ്രി ആയിരുന്നു അല്ലേ, ഇത് 50 ഡിഗ്രി ആയിരുന്നു, അതിപ്പോൾ ഇങ്ങേപ്പുറത്ത് വന്നു. രണ്ടെണ്ണത്തിന് സെയിം ബേസ് തന്നെയായിരുന്നു 4 സെൻറ്റിമീറ്റർ. അപ്പം നമ്മൾ സെയിം ബേസ് ഉള്ള ട്രയാങ്കിളിൻ്റെ എന്തോ കാര്യം പഠിച്ചിട്ടില്ലേ? സെയിം ബേസ് ഉള്ള ട്രയാങ്കിൾസ് സെയിം ഏരിയ ആവണമെങ്കിൽ എന്ത് മതി? അവരുടെ തേർഡ് വെർട്ടെക്സ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ ഇതിനെ പേര് ABC എന്ന് കൊടുത്തു എന്ന് വിചാരിക്കുക. ABC. ഇതിനെ നമ്മൾ ഇപ്പോൾ താഴ്ഭാഗം സെയിം തന്നെ ആയതുകൊണ്ട് ABC, ഇതിനെ നമ്മൾ D എന്ന് വിളിച്ചു. അപ്പോൾ ABCDയിൽ സിയും ഡിയും പാരലൽ ലൈനിലാണെന്ന് വരികിൽ വി ക്യാൻ സേ ദാറ്റ് ABD ആൻഡ് ABC ഹാവ് സെയിം ഏരിയ. സെയിം ബേസ് ലെങ്ത് സെയിമാണ്. അപ്പോൾ ഇനി അവർക്ക് സെയിം ഏരിയ ആവണമെങ്കിൽ എന്ത് മതി? തേർഡ് വെർട്ടെക്സ് ഷുഡ് ബി ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ്. ഈ ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലായിരിക്കണം ഇവരുടെ ഈ C എന്ന് പറയുന്ന വെർട്ടെക്സും D എന്ന് പറയുന്ന വെർട്ടെക്സും ഒരേ പാരലൽ ലൈനിലാണ് കിടക്കുന്നതെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും സെയിം ഏരിയ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇനി നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? Dയും Cയും പാരലൽ ലൈനിലാണെന്നാണ് തെളിയിക്കേണ്ടത്. അതെങ്ങനെ നമ്മൾ തെളിയിക്കും? അതിന് നമുക്ക് നോക്കാം. ബേസ് 4. ഇനി ഈ ആംഗിൾസ് നോക്കിയേ. ഈ ആംഗിൾ എത്രയായിരുന്നു? 130 ഡിഗ്രി അല്ലേ? ഇവിടുത്തെ 130 തന്നെയായിട്ട് ഉള്ളിലെ. ഇതോ 50 ഡിഗ്രി. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്രയാ? ആംഗിൾ A പ്ലസ് ആംഗിൾ B ഈക്വൽ ടു എന്ത് വരുന്നുണ്ട്? 130 പ്ലസ് 50. 130 പ്ലസ് 50 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 180 ഡിഗ്രി. രണ്ട് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 കിട്ടിയാൽ നമ്മൾ അതിനെ എന്താ പറയുക? ആംഗിൾ A ആൻഡ് ആംഗിൾ B ആർ സപ്ലിമെൻ്ററി. ഇങ്ങനെയല്ലേ പറയാറ്? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്. അതുപോലെ നോക്കിയേ, ADയുടെ നീളം എത്രയാ? 3 സെൻറ്റിമീറ്റർ. ഇവിടെ BCയുടെ ലെങ്ത് എത്രയാ? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ADയും BCയും ഓപ്പോസിറ്റ് സൈഡ്സ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ്സ് ആയിട്ടുള്ള ADക്കും BCക്കും സെയിം ലെങ്ത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സിന് സെയിം ലെങ്ത് ആണ്. അവരുടെ അഡ്ജസൻ്റ് ആംഗിൾസ് ആണെങ്കിലോ സപ്ലിമെൻ്ററിയുമാണ്. ഇത് ആരുടെ കണ്ടീഷനാ ഇങ്ങനെ വരുന്നത്? പാരലോഗ്രാമിൻ്റെ കണ്ടീഷനാണ് അല്ലേ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും അഡ്ജസൻ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററിയും വരുന്നത് പാരലോഗ്രാമിൻ്റെ കണ്ടീഷനാണ്. അങ്ങനെ പാരലോഗ്രാമിൻ്റെ കണ്ടീഷനാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ABCD ഈസ് എ പാരലോഗ്രാം. D ഈക്വൽ ടു BC ഈക്വൽ ടു 3 സെൻറ്റിമീറ്റേഴ്സ്. അതിൽ നമുക്ക് എന്ത് പറയാം? വിച്ച് ഇംപ്ലൈസ് ABCD ഈസ് എ പാരലോഗ്രാം. ABCD ഒരു പാരലോഗ്രാം ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് AB പാരലൽ ടു DC. ABയും DCയും പാരലലാണ്. ABയും DCയും പാരലലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? Dയും Cയും എന്ത് ലൈനിലാണ്? ABക്ക് പാരലൽ ആയിട്ടുള്ള ലൈനിലല്ലേ? അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? വിച്ച് ഇംപ്ലൈസ് ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ ABC ഹാസ് ഈക്വൽ ഏരിയ. Okay, triangle ABC and ADC has ABD and ABC has equal area എന്ന് പറയാം. ഒരിക്കൽ കൂടി പറയണോ മക്കൾക്ക്? ഇതായിരുന്നു നമുക്ക് തന്നിരുന്ന രണ്ട് ട്രയാങ്കിൾ. അതിൽ നിന്ന് നമ്മൾ ഇതിനെ എടുത്തിട്ട്, നിങ്ങൾ ഇതുപോലെ പറിച്ചൊട്ടിക്കണമെന്നൊന്നും മിസ്സ് പറയില്ല, ഇതിനെ എടുത്തിട്ട് എങ്ങനെയാണ് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ കാണിച്ചു തന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് കളറൊക്കെ കൊടുത്ത് വേണമെങ്കിൽ ചെയ്തു ഭംഗിയായിട്ട്, നോട്ടിലാണെങ്കിൽ നല്ല ഭംഗിയിലിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പേസ്റ്റ് ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി? രണ്ട് ട്രയാങ്കിൾസിനും ഒരേ ബേസാണ്. അങ്ങനെ ഒരേ ബേസ് ആണെങ്കിൽ ഇനി ഇത് ഈക്വൽ ഏരിയ ആണെന്ന് കാണിക്കണമെങ്കിൽ എന്ത് മതി? ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയിട്ടുള്ള സിയും ഡിയും ABക്ക് പാരലൽ ആയിട്ടുള്ള ലൈനിലാണെന്ന് കാണിച്ചാൽ മതി. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും കൂടി കൂട്ടുമ്പോൾ 180, therefore they are supplementary. അതുപോലെ ADയും BCയും സെയിം ലെങ്ത്. അതിൻ്റെ അർത്ഥം എന്താ? രണ്ടെണ്ണത്തിന് സെയിം ലെങ്ത്, ഓപ്പോസിറ്റ് സൈഡ്സിന് സെയിം ലെങ്ത്, അഡ്ജസൻ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ABCD ഈസ് എ പാരലോഗ്രാം. പാരലോഗ്രാം ആണെങ്കിൽ AB ആൻഡ് DC
ആർ പാരലൽ. ദാറ്റ് മീൻസ് ഈ രണ്ട് വെർട്ടെക്സും പാരലൽ സൈഡിലല്ലേ കിടക്കുന്നത്. ദെയർഫോർ എ ബി സി ആൻഡ് എ ഡി ബി ഹാസ് സെയിം ഏരിയ. അപ്പോൾ ഈ എക്സസൈസ് കഴിഞ്ഞു. മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.